ഓൺലൈൻ റമ്മി കളിക്കാനുള്ള പണത്തിനായി 80-കാരിയുടെ മാല പൊട്ടിച്ച് യുവാവ് പിടിയിൽ. കോട്ടയം പാലാ ഭരണങ്ങാനം സ്വദേശി അമൽ അഗസ്റ്റിനാണ് പിടിയിലായത്. ഓൺലൈൻ റമ്മി കളിച്ച് നഷ്ടമായ 3 ലക്ഷം രൂപ വീണ്ടെടുക്കാനായിരുന്നു മോഷണം എന്നാണ് മൊഴി. പത്തനംതിട്ട ഇലവുംതിട്ട പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ശ്രീകുമാരൻ ഒരുങ്ങുമ്പോൾ ശ്രീത്ത്, പല ജീവിതങ്ങൾ ഈ ഓൺലൈൻ റമ്മി കൊഞ്ഞാട്ടയാക്കുന്നതും കുഴി തോണ്ടുന്നതും നമ്മൾ കണ്ടവരാണ്. അടുത്ത സുഹൃത്തിൻ്റെ ആത്മഹത്യയൊക്കെ നേരിട്ട് കാണേണ്ടി വന്ന ആളാണ് വ്യക്തിപരമായി ഞാൻ. അപ്പോൾ അത് അവരുടെ തേർവാഴ്ച അങ്ങനെ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്തരം മോഷണങ്ങളും ഉണ്ടാവുന്നു. ശ്രീത്, അതെ അഷ്മി, അതായത് ഈ ഓൺലൈൻ റമ്മിയുടെ പരിണിത ഫലം തന്നെയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ എലവന്തിട്ട CI അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി നൽകാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഓൺലൈൻ റമ്മി കളിച്ച് ഇയാൾക്ക് നഷ്ടമായത്. ഇയാൾ കടം വാങ്ങിയായിരുന്നു, പലരിൽ നിന്നും കടം വാങ്ങിയായിരുന്നു ഈ പണം ഇത്തരത്തിൽ ഈ ഓൺലൈൻ റമ്മിയിൽ നിക്ഷേപിക്കുകയും അതുപോലെ തന്നെ ഓൺലൈൻ റമ്മി വെച്ച് ഈ ചൂതാട്ടം നടത്തിയിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ എലവന്തിട്ട CI പറയുന്നത്. ഇയാൾ ഒരു സ്ത്രീയുടെ മാല പിടിച്ചു പറിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ മറ്റു മേഖലകളുടെ 80 വയസ്സായ ഒരു സ്ത്രീയുടെ മാലയാണ് പിടിച്ചു പറിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു പരാതിയാണ് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ലഭിച്ചത്. അങ്ങനെ CCTV-കൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്. എന്നാലും കോട്ടയം ഭരണങ്ങാനം സ്വദേശിയാണ് ഈ പ്രതി. ഇയാൾ ബൈക്കിലെത്തിയാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. പ്രതി എന്തായാലും പിടിയിലായിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ടോ, സ്വർണ്ണമാല നഷ്ടമായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാളുടെ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും. അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹാഷ്മി, ശ്രീകുമാരനാണ് ഈ പറയുന്ന ഓൺലൈൻ റമ്മി കളിച്ച് മതിമറന്ന് അതിന് അഡിക്റ്റഡായി എല്ലാം മറന്ന് കടമെടുത്തും അല്ലാതെയുമൊക്കെ കളിച്ച് ജീവിതം താറുമാറായ ഒരുപാട് ജീവിതങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ വീണ്ടും ആ പരിപാടി ഈ പറഞ്ഞ റമ്മിക്കൂട്ടം അങ്ങനെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.